നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. 15ാമത് കോട്ട് ഫെസ്റ്റ് 2026 പ്രധാന പരിപാടികൾക്ക് ജനുവരി 17 ശനിയാഴ്ച തുടക്കം കുറിക്കും. സാംസ്കാരിക ഘോഷയാത്ര ജനുവരി 19 തിങ്കളാഴ്ച. 2025 ജനുവരി 10 തുടങ്ങിയ കോട്ട് ഫെസ്റ്റ് ജനുവരി 19 സാംസ്കാരിക ഘോഷയാത്രയോടെ സമാപനം കുറിക്കും. UDF ഒറ്റക്കെട്ട്. തിരുനാവായ പഞ്ചായത്തിലെ പ്രസിഡന്റ് കസേര മാറ്റം ഭരണത്തെ ബാധിച്ചിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി MP മുഹമ്മദ് കോയ. കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ തുടരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5 നടക്കുമെന്നും അദ്ദേഹം വെട്ട ന്യൂസിനോട് പറഞ്ഞു. കാടാമ്പുഴ അയ്യപ്പ ജ്യോതി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യപ്പ ജ്യോതി പ്രയാണം നടത്തി. പന്തളം രാജകൊട്ടാരത്തിൽ നിന്നും ക്ഷേത്ര മേൽശാന്തിയിൽ നിന്നും ഭഗവത് ജ്യോതി സ്വീകരിച്ച് താളവാദ്യ മേളങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ഘോഷയാത്രയായി വാഹനമാർഗം കാടാമ്പുഴയിൽ എത്തിച്ചേർന്ന അയ്യപ്പ ജ്യോതി പ്രയാണ ഘോഷയാത്രയ്ക്ക് വൻ സ്വീകരണം നൽകി. 18 വർഷങ്ങളായി തലക്കെടുത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രേസ് പാലിയേറ്റീവ് സെന്ററിന് പാലിയേറ്റീവ് ദിനത്തിൽ പുതിയ ഓഫീസ് സമർപ്പിച്ചു. തലക്കെടുത്തൂർ നെല്ലിക്കാട് സംവിധാനിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT നാസർ നിർവഹിച്ചു. PT ബാവഹാജി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വിവിധ പാലിയേറ്റീവ് സെന്ററുകളുമായി സഹകരിച്ച് പാലിയേറ്റീവ് ദിനാചരണം നടത്തി. താന്നാളൂരിൽ ഹസ്തം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ റഫീഖ് TP വീൽ ചെയറുകൾ ഏറ്റുവാങ്ങി. പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് തിരൂരങ്ങാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ വിപുലമായ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ M അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. തിരൂർ എക്സൈസ് സർക്കിൾ ഓഫീസും തിരൂർ എക്സൈസ് റേഞ്ച് ഓഫീസും മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് പാർട്ടിയും തിരൂർ RPFും തിരൂർ പോലീസും സംയുക്തമായി തിരൂർ മേഖലയിലെ ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് മിന്നൽ പരിശോധന നടത്തി. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധന തുടരുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. ബിരുദ സർട്ടിഫിക്കറ്റുകളിലെ വിജയരേഖകളോടൊപ്പം സ്വഭാവത്തിലും സാമൂഹ്യ പ്രവർത്തന രംഗങ്ങളിലും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലും കൂടി സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം അർത്ഥവത്താകുന്നതെന്ന് കുറുക്കോളി മൊയ്തീൻ MLA അഭിപ്രായപ്പെട്ടു. വളവന്നൂർ ബാഫക്കി യത്തീംഖാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം സംഘടിപ്പിച്ച ആദരം ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാഹന പരിശോധനയ്ക്കിടെ MVD ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ശ്രമം. തിരൂർ പറവണ്ണയിലാണ് മോഡിഫൈ ചെയ്ത വാഹനം ഉദ്യോഗസ്ഥർ കൈകാണിച്ചിട്ടും നിർത്താതെ പോയത്. മകരസംക്രമ സന്ധ്യയിൽ തൃക്കണ്ടിയൂർ ലളിതകലാ സമിതിയുടെ നേതൃത്വത്തിൽ തൃക്കണ്ടിയൂർ ശിവക്ഷേത്ര സന്നിധിയിൽ ഭൈരവി ഭജൻ സന്ധ്യ നടന്നു. പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നാണ് പരിപാടി അവതരിപ്പിച്ചത്. CH സെന്റർ തിരൂർ പ്രവർത്തന സമിതി യോഗം ചേർന്നു. പ്രസിഡന്റ് ET മുഹമ്മദ് ബഷീർ MPയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിലവിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. ഫിനിഷിംഗ് പ്രവർത്തികളെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടിയുടെ ജില്ലാതല അവലോകന യോഗം ചേർന്നു. LSGD ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലെ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷത വഹിച്ചു. വെട്ട ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.